ഇടതുപക്ഷത്തിന് എല്ലാം കൊണ്ടും കഷ്ടകാലമാണ്. ഒരു വശത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നാലെ വരെ ED ഓടി നടക്കുന്നു വലയുമായി. മറ്റൊരു ഭാഗത്ത് സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെ സജീവ അധ്യാപക സംഘടനാ പ്രവർത്തകർ പോലും സംഘടനയ്ക്കും പാർട്ടിക്കുമൊക്കെ കൊടുക്കുന്നത് വമ്പൻ പണിയാണ്. ഇടത് സജീവ സംഘടനാ പ്രവർത്തകർ എന്ന മറവിൽ അധ്യാപികമാർ കണ്ണികളായി നടത്തിയ ലഹരി മരുന്ന് ഇടപാടിൽ ഞെട്ടിക്കുന്ന ഡിജിറ്റൽ വിവരങ്ങളും പുറത്തായി മുഖ്യ കണ്ണിയും ഉടനെ പിടിയിലാകും. ലഹരി വരിയിലേക്ക് ഇടത് സഹയാത്രികരായ 3 അധ്യാപികമാർ എത്തിയതെങ്ങനെ എന്ന സങ്കീർണമായ ചോദ്യത്തിൻ്റെ ചുരുളഴിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. 2 കോടിയോളം രൂപയാണ് അറസ്റ്റിലായ 3 അധ്യാപികമാരുടെയും അക്കൗണ്ടിലേക്ക് 6 മാസം കൊണ്ട് ഒഴുകിയെത്തിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വരെ ഞെട്ടിച്ചിരിക്കുന്നു. ലഹരിക്കടത്തിന് പിന്നിൽ ലഹരി ഉപഭോക്താക്കളായ നിരവധി പേരടങ്ങുന്ന കൂറ്റൻ ശൃംഖല തന്നെയുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം. ഉപഭോക്താക്കളെ ലഹരി വിൽപ്പനയുടെ കരിയർമാരാക്കി മാറ്റി ഒറിജിനൽ ഡീലർ കാണാമറയത്ത് തന്നെ ഇപ്പോഴും തുടരുന്നു. ലഹരി ഉപയോഗ കേസിൽ ആഴത്തിലുള്ള അന്വേഷണം നടന്നാൽ മാത്രമേ ലഹരി മാഫിയയുടെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കാനാകൂ എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ലഹരി വാങ്ങുന്നതിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ QR കോഡ് വഴിയും UPI വഴിയുമാണ് പണം കൈമാറിയിട്ടുള്ളത്. അറസ്റ്റിലായ അധ്യാപികമാർ ലഹരി സംഘങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ തങ്ങളുടെ അക്കൗണ്ടുകൾ കൈമാറുകയായിരുന്നു. പണത്തിൻ്റെ സ്രോതസ്സും പകരമായി നൽകിയ MDMAയുടെ അളവും കണ്ടെത്താൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു വരുന്നു. ചെറിയ തുകകളായി നടന്നിട്ടുള്ള 100 കണക്കിന് ഇടപാടുകൾ വ്യക്തമാക്കുന്നത് ശൃംഖല സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് വരെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടെന്നാണ്. കോളേജ് വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, IT ജീവനക്കാർ എന്നിവരാണ് ഇത്തരത്തിൽ 1000, 2000 രൂപ നിരക്കിൽ പണം Google Pay വഴി അയച്ചു നൽകിയിട്ടുള്ളത്. ഈ അക്കൗണ്ട് ഉടമകളെ കേന്ദ്രീകരിച്ചും വരും ദിവസങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കും. പെൺകുട്ടികളെയും അധ്യാപകന്മാരെയും മുന്നിൽ നിർത്തി അന്വേഷണ ഏജൻസികളെ കണ്ണുവെട്ടിച്ച് വൻതോതിൽ ലഹരി കച്ചവടം നടത്താനാണ് ഈ മാഫിയ പദ്ധതി ഇട്ടത്. പെൺകുട്ടികളെയും അധ്യാപകരെയും മുന്നിൽ നിർത്തി അന്വേഷണ ഏജൻസികളെ കണ്ണുവെട്ടിച്ച് വൻതോതിൽ ലഹരി വ്യാപാരമാണ് മാഫിയ പദ്ധതി ഇട്ടത്. പരിശോധനകളിൽ സംശയം തോന്നാതിരിക്കാൻ ഇവർ കൈക്കൊണ്ട രീതികൾ അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ഒരു അന്തർ സംസ്ഥാന ലോബി തന്നെ ഈ സംഘത്തിന് പിന്നിലുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വടകരയിൽ 3 അധ്യാപികമാർ ഉൾപ്പെടെ 4 പേർ പിടിയിലായ MDMA കേസിലെ മുഖ്യ കണ്ണുകളിൽ ഒരാളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരവും ലഭിച്ചു കഴിഞ്ഞു. പിടിയിലായ അധ്യാപികമാരുടെയും ഡെലിവറി ബോയുടെയും വാട്സപ്പ് സന്ദേശങ്ങളും ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വയനാട് സ്വദേശിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. പല ജില്ലകളിലായി ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് ഇയാളാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ലഹരി വിൽക്കുമ്പോൾ അധ്യാപികമാർക്ക് ലഭിക്കുന്ന പണം ഡെലിവറി ബോയ് വഴിയാണ് ഇയാൾക്ക് കൈമാറിയിരിക്കുന്നത്. ഇതോടെ പോലീസ് വയനാട് സ്വദേശിയുടെ പിന്നാലെയാണ്. ലഹരി കടത്തിന് പിന്നിൽ ലഹരി ഉപഭോക്താക്കളായ നിരവധി പേരടങ്ങുന്ന കൂറ്റൻ റാക്കറ്റ് തന്നെ ഉണ്ടെന്നാണ് പോലീസ് ലഭിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം. ഉപഭോക്താക്കളെ ലഹരി വിൽപ്പനയുടെ കാരിയർമാരാക്കി മാറ്റി ഒറിജിനൽ ഡീലർ കാണാമറി തന്നെ തുടരുന്നു. ലഹരി ഉപയോഗ കേസിൽ ആഴത്തിലുള്ള അന്വേഷണം കൊണ്ട് മാത്രമേ മാഫിയയിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്താനാകൂ എന്ന കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘം. അതേസമയം കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരിൽ കാവ്യയും നിഷയുമാണ് ഇടത് സർവീസ് സംഘടനയായ കേരള റിസോഴ്സസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുൻ ഭാരവാഹികളെന്ന് വ്യക്തമായിരിക്കുന്നത്. പേരാമ്പ്ര യൂണിറ്റിൻ്റെ ചുമതലക്കാരായിരുന്നു ഇരുവരും. ഇവർക്ക് സംഘടനാ തലത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുമ്പ് KRTA പുറത്തിറക്കിയ പോസ്റ്ററുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. എന്നാൽ ഈ വർഷം ഇവർ സംഘടനയിൽ അംഗത്വം പുതുക്കിയില്ലെന്നാണ് കേരള റിസോഴ്സസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ വിശദീകരണം. ഇവരിൽ നിന്ന് ലഹരി വാങ്ങുന്നതിനായി വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള ആളുകൾ QR കോഡ് വഴിയും UPI വഴിയുമാണ് പണം കൈമാറിയത്. കണ്ണൂർ DIG കാർത്തികിൻ്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം. റൂറൽ SP മെറിൻ ജോസഫാണ് അന്വേഷണത്തിൽ ചുക്കാൻ പിടിക്കുന്നത്. കേസിൽ പിടിയിലായി നിലവിൽ റിമാൻഡിലായ പേരാമ്പ്ര BRCയിലെ കീർത്തന, കാവ്യ, ട്രെയിനർ നീഷ്മ, ഡെലിവറി ബോയ് ജിജിൻ കുര്യാക്കോസ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം. പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയ പണം ആർക്കാണ് കൈമാറിയത് എന്നറിയുകയാണ് അടുത്ത ലക്ഷ്യം. പ്രതികളായ അധ്യാപികമാർ 3 ഉറ്റ സുഹൃത്തുക്കൾ കൂടിയാണ്. പ്രതി നീഷ്മയുടെ വീട്ടിൽ പലതവണയും 3 പേരെയും ഒരുമിച്ച് കണ്ടതായി നാട്ടുകാരും മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടികളെ ലഹരി വിമുക്തിയിലേക്ക് നയിക്കേണ്ട ഇവർ ലഹരി വിപണന ശൃംഖലയിലെ പ്രധാന ഏജന്റുമാരായി എങ്ങനെ മാറിയത് സംബന്ധിച്ച് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ലഹരി ഉപയോഗത്തിൽ തുടങ്ങി പിന്നീട് കരിയർമാരായി മാറുകയാണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ തുടക്കത്തിൽ തന്നെ ഇവരുടെ വ്യക്തിഗത അക്കൗണ്ടുകൾ വഴി നടന്നിരുന്നു. കേസിലെ പ്രതിയായ ജിജിൻ കുര്യാക്കോസിൻ്റെ അക്കൗണ്ടിലൂടെ മാത്രം 6 മാസത്തിനിടെ 1 കോടിയിൽ പരം രൂപയുടെ ഇടപാടുകൾ നടന്നിരുന്നു. ജിജിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയ ഈ ഭീമമായ തുക പിന്നീട് ലഹരിക്കടത്തിൻ്റെ യഥാർത്ഥ തലവനായ പ്രധാന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി.
അറസ്റ്റിലായ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ട് വഴി 50 ലക്ഷത്തിൽ പരം രൂപയുടെ വിനിമയം ഇതുവരെ നടന്നിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ കണ്ടെത്തി. ലഹരി മരുന്ന് സംഘങ്ങൾക്ക് വേണ്ടി പണം വെളുപ്പിക്കാനും ഏജന്റുമാർക്ക് പണം കൈമാറാനും അധ്യാപികമാർ തങ്ങളുടെ അക്കൗണ്ടുകൾ വിട്ടു നൽകുകയായിരുന്നു.